എതിരാളികളെ നേരിടാൻ പൂർണ്ണ യുദ്ധസജ്ജമായ തൽവാർ ക്ലാസ് ഫ്രിഗേറ്റ് ഗണത്തിൽപ്പെട്ട INS തമാൽ നാവികസേനയുടെ ഭാഗമായി. റഷ്യയിലെ കലിനിൻഗ്രാഡിൽ നിർമ്മിച്ച കപ്പലിന്റെ കമ്മീഷനിംഗ് ചടങ്ങുകളും അവിടെയാണ് നടന്നത്. വെസ്റ്റേൺ നാവികസേന ആസ്ഥാനം മേധാവി വൈസ് അഡ്മിറൽ സഞ്ജയ് ജയസിംഗ് മുഖ്യാതിഥിയായിരുന്നു. വിദേശത്ത് നിർമ്മിക്കുന്ന അവസാനത്തെ ഇന്ത്യൻ യുദ്ധക്കപ്പലാണിത്. ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള കപ്പലിന്റെ 26% തദ്ദേശീയമായി നിർമ്മിച്ചതാണ്. നാവികസേനയ്ക്ക് വേണ്ടി നിർമ്മിച്ച രണ്ടാമത്തെ തുഷീൽ ക്ലാസ് സ്റ്റെൽത്ത് യുദ്ധക്കപ്പലാണ് INS തമാൽ. റഷ്യൻ സഹകരണത്തോടെയാണ് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയോടുകൂടിയ ഈ കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് ലഭ്യമാക്കിയത്. ഈ ഒരു നീക്കം ഇന്ത്യയുടെ നാവിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. തൽവാർ ക്ലാസിലെ പ്രൊജക്ട് 1135.6 പരമ്പര 8ാമത്തെ കപ്പലാണിത്. തുഷീൽ ക്ലാസ് ഫ്രിഗേറ്റുകളിൽ 2ാമത്തെ കപ്പലാണ് തമാൽ. ഈ ക്ലാസിലെ മുൻ 7 കപ്പലുകളും വെസ്റ്റേൺ നേവൽ കമാൻഡിന് കീഴിലുള്ള നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമാണ്. റഷ്യൻ ക്രിവാ ക്ലാസ് യുദ്ധക്കപ്പലുകളെ അടിസ്ഥാനമാക്കിയാണ് തമാലിന്റെ നിർമ്മാണം നടന്നത്. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള യുദ്ധക്കപ്പലിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഡ്യുവൽ റോൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ, ഉപരിതല വായു മിസൈലുകൾ, 100 മില്ലിമീറ്റർ മെയിൻ ഗൺ, 30 മില്ലിമീറ്റർ ക്ലോസ് ഇൻ വെപ്പൺ സിസ്റ്റംസ്, ആന്റി സബ്മിറൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ഹെവി വെയ്റ്റ് ടോർപിഡോകൾ എന്നിവ കപ്പലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ആണവ ജൈവ രാസ പ്രതിരോധത്തിനായുള്ള നൂതന ഓട്ടോമേറ്റഡ് സംവിധാനങ്ങൾ, സംരക്ഷിത നിയന്ത്രിത പോസ്റ്റുകളിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവയും കപ്പലിലുണ്ട്. തൽവാർ ക്ലാസ് ശ്രേണിയിൽ 4 യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കാൻ 2016 റഷ്യയുമായി ധാരണയായത്. ഇതിൽ ആദ്യത്തേതായ INS തുഷീൽ കഴിഞ്ഞ വർഷം കമ്മീഷൻ ചെയ്തു. ശേഷിക്കുന്ന 2 ഗോവ കപ്പൽശാലയിലാണ് നിർമ്മിക്കുന്നത്. കപ്പലുകൾക്ക് വേണ്ടി 21,000 കോടി രൂപയാണ് ചെലവഴിച്ചത്. 39,000 ടൺ ഭാരമുള്ള കപ്പലിന് 125 മീറ്ററാണ് നീളം. വെർട്ടിക്കൽ ലോഞ്ച് ഹ്രസ്വദൂര എയർ ടു എയർ മിസൈൽ VLSRAM, മധ്യദൂര സർഫസ് ടു എയർ മിസൈൽ MRSAM എന്നിവയുൾപ്പെടുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട്. ഇന്ത്യൻ സമുദ്രമേഖലയിൽ ചൈന തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് INS തമാൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമാകുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുമായുണ്ടായ പോരാട്ടവും പ്രതിരോധ രംഗം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം വെളിവാക്കുന്നു. ഈ സാഹചര്യത്തിൽ യുദ്ധക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ വൻ നിക്ഷേപം നടത്തുകയാണ് ഇന്ത്യ. വിമാനവാഹിനി കപ്പലുകളും യുദ്ധക്കപ്പലുകളും നിർമ്മിക്കുന്നതിനായി ഇന്ത്യയും റഷ്യയും തമ്മിൽ കോടിക്കണക്കിന് ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. INS തമാൽ കൂടി എത്തിയതോടെ ഇന്ത്യയുടെ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകളുടെ എണ്ണം 4ആയി. 2 കൂടി തദ്ദേശീയമായി നിർമ്മിച്ചു വരികയാണ്. റഷ്യൻ ഡിസൈനിലുള്ള 4 യുദ്ധക്കപ്പലുകളാണ് കരാർ പ്രകാരം നിർമ്മിക്കുക. റഷ്യയിൽ 2 യുദ്ധക്കപ്പൽ നിർമ്മിക്കാനും ശേഷിക്കുന്ന 2 ഇന്ത്യയിൽ ഗോവ ഷിപ്പ്യാർഡിൽ നിർമ്മിക്കാനായിരുന്നു ധാരണ. ഇന്ത്യയിൽ നിർമ്മിക്കുന്നവയെ ത്രിപുത് ക്ലാസ് എന്നാണ് വിളിച്ചത്.